ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ഓൾറെഡി വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD 7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വീഡിയോസ് വേണമെങ്കിൽ STD 7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, സീഡ് സെലക്ഷൻ ആൻഡ് പ്ലാന്റ് ഗ്രോത്ത്. ക്വസ്റ്റ്യൻ 1, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് സീഡ്സ് ഫ്രം ഹെൽത്തി പ്ലാന്റ്സ്? ഹെൽത്തി പ്ലാന്റ്സിൽ നിന്ന് സീഡ്സ് സെലക്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Selecting seeds from healthy plants ensures that the seeds are free from diseases and pests, leading to a better chance of successful germination and healthy crop growth. നമ്മൾ ഇത്തരത്തിൽ ഒരു ഹെൽത്തി പ്ലാന്റിൽ നിന്ന് സീഡ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന് അസുഖങ്ങൾ വരാനുള്ള, അതുപോലെ കീടങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡിസീസസ് ഒന്നും വരാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല പെട്ടെന്ന് സീഡ് ജെർമിനേറ്റ് ആവാനും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വിളകൾ ഉണ്ടാക്കാനും സാധിക്കും. ക്വസ്റ്റ്യൻ 2, വാട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഷുഡ് സീഡ്സ് ഹാവ് ഫോർ ബെറ്റർ ജെർമിനേഷൻ? ഒരു വിത്തിന് ബെറ്റർ ജെർമിനേഷന് വേണ്ട, നല്ലതുപോലെ മുളയ്ക്കുന്നതിന് വേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സീഡ് ഷുഡ് ബി പ്ലംപ്, mature and free from any invisible damage or defects. They should also be dry and well formed to ensure better germination. സീഡ്സ് എന്തായിരിക്കണം? അത്യാവശ്യം മെച്യൂർ ആയിരിക്കണം. അതുപോലെ നമ്മളുടെ ഫസ്റ്റ് ഉണ്ടായ സീഡും ലാസ്റ്റ് ഉണ്ടായ സീഡും എടുക്കരുത്. നടുവിലിട്ടുണ്ടായിട്ടുള്ള ഫ്രൂട്ടിൽ നിന്നുള്ള സീഡ് വേണം എടുക്കാനായിട്ട്. പിന്നെ അത് വിസിബിൾ ആയിട്ടുള്ള ഡാമേജുകളൊന്നും ഉള്ളത് എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നന്നായിട്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള സീഡ് വേണം ബെറ്റർ ജെർമിനേഷനായിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. Question 3, explain why seeds from ripened fruits are preferred for planting. പഴുത്ത ഫ്രൂട്ട്സിൽ നിന്നുള്ള സീഡ്സ് ആണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുക, പ്ലാന്റിങ്ങിന് ഉപയോഗിക്കുക. അതെന്തുകൊണ്ടാണ്? Seeds from ripened fruits are fully developed and have the best chance of germination. They contain all the necessary nutrients and are more likely to produce strong and healthy plants. ഫുള്ളി മെച്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ നിന്നുള്ള സീഡ്സ് എന്തായിരിക്കും? അവ അത്യാവശ്യം നല്ലതുപോലെ ജെർമിനേറ്റ് ചെയ്യും. കുറച്ചുകൂടെ അത്യാവശ്യം ജെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അത് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള സീഡ്സ് ആണ്. പിന്നെ അതുമാത്രമല്ല അതിനാവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും, പിന്നെ നല്ലൊരു ഹെൽത്തി പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് തരാനായിട്ടുള്ള ശേഷിയും ഈ റൈപ്പൻഡ് ഫ്രൂട്ട്സിൽ നിന്നെടുത്ത സീഡ്സിനായിരിക്കും ഉണ്ടായിരിക്കുക. ആക്ടിവിറ്റി 2, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ക്വസ്റ്റ്യൻ 1, വാട്ട് ഈസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് എ മെത്തേഡ് ഓഫ് പ്ലാന്റ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് ഗ്രോവിംഗ് ന്യൂ പ്ലാന്റ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് എ പ്ലാന്റ് സച്ച് ആസ് സ്റ്റെംസ്, റൂട്ട്സ് ഓർ ലീവ്സ് റാദർ ദാൻ സീഡ്സ്. സാധാരണയായിട്ട് നമ്മളൊരു പ്ലാന്റിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്നത് സീഡ് വെച്ചിട്ടായിരിക്കും അല്ലേ? അത് കൂടാതെ സീഡ് അല്ലാതെ പ്ലാന്റിൻ്റെ മറ്റ് പാർട്സ് ആയിട്ടുള്ള സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്, ഇതിൽ നിന്നൊക്കെ നമ്മൾ പുതിയ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 2, നെയിം 2 പ്ലാന്റ്സ് ദാറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും 2 പ്ലാന്റ്സിൻ്റെ പേര് എഴുതാൻ. 2 എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ക്യാൻ റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആർ പൊട്ടേറ്റോസ്. പൊട്ടേറ്റോസിൽ നമ്മൾ ട്യൂബേഴ്സ് ആണ്, കിഴങ്ങുകളാണ് യൂസ് ചെയ്യുക. ആൻഡ് റോസിൽ നമ്മൾ സ്റ്റെമ്മാണ് യൂസ് ചെയ്യുക കേട്ടോ. അത് വെറും എക്സാമ്പിൾസ് ആണ്. ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് ഇത്തരത്തിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്നത്. ക്വസ്റ്റ്യൻ 3, ഹൗ ഡസ് ലെയറിംഗ് ഹെൽപ്പ് ഇൻ പ്രൊഡ്യൂസിങ് ന്യൂ പ്ലാന്റ്സ്? നമ്മൾ ലെയറിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലേ? കമ്പൊട്ടിക്കുന്ന മെത്തേഡിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇത് പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കാൻ എത്രത്തോളം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്, നിങ്ങളതെങ്ങനെയാണ് നടക്കുന്നത്? ഇൻ ലെയറിംഗ്, എ സ്റ്റെം ഓഫ് ദ പാരന്റ് പ്ലാന്റ് ഈസ് ബെൻഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് കവേർഡ് വിത്ത് സോയിൽ. പാരൻറ്റ് പ്ലാന്റ് ഉണ്ടല്ലോ, അതായത് മദർ പ്ലാന്റ്, മാതൃസസ്യം, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏത് സ്റ്റെമ്മിൽ നിന്നാണോ ഉണ്ടാക്കേണ്ടത് ആ സ്റ്റെമ്മ് സോയിലിലേക്ക് ബെൻഡ് ചെയ്ത് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് സോയിലിലേക്ക് മണ്ണ് കൊണ്ട് കവർ ചെയ്യുന്നു. ദ കവേർഡ് പാർട്ട് ഡെവലപ്സ് റൂട്ട്സ് ആൻഡ് വൺസ് ഇറ്റ് ഹാസ് റൂട്ടഡ് വെൽ ഇറ്റ് ക്യാൻ ബി കട്ട് ഓഫ് ഫ്രം ദ പാരന്റ് പ്ലാന്റ് ടു ഗ്രോ ആസ് എ ന്യൂ ഇൻഡിപെൻഡൻറ്റ് പ്ലാന്റ്. അങ്ങനെ മണ്ണിൽ വെച്ച ശേഷം, മണ്ണ് മൂടിയ ശേഷം എന്താവുന്നു? ആ ഭാഗത്ത് റൂട്ട് വരുന്നു. ആ റൂട്ട് വന്ന ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ആക്കിയിട്ട് നടുന്നു. അങ്ങനെയാണ് ലെയറിങ്ങിൽ ചെയ്യുന്നത്.
Activity 3, grafting and layering techniques. Question 1, what is grafting and why is it used in agriculture? എന്താണ് ഗ്രാഫ്റ്റിംഗ്, അത് അഗ്രികൾച്ചറിൽ കൃഷിയിൽ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാഫ്റ്റിംഗ് ഈസ് എ ടെക്നിക് വേർ ദ സ്റ്റെം ഓഫ് വൺ പ്ലാന്റ് ഈസ് ജോയിൻഡ് ടു ദ റൂട്ട് സ്റ്റോക്ക് ഓഫ് അനദർ പ്ലാന്റ്. ഒരു പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് മറ്റൊരു പ്ലാന്റിൻ്റെ റൂട്ട് സ്റ്റോക്കിലേക്ക് ജോയിൻ ചെയ്ത് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നിക്കാണ് ഗ്രാഫ്റ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പൈൻ ദ ഡിസൈറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് പ്ലാന്റ്സ് സച്ച് ആസ് ഡിസീസ് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഈൽഡ്. രണ്ട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന് ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ്, അതായത് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരാത്ത പ്ലാന്റ് ആണ്. മറ്റൊന്ന് ഹൈ ഈൽഡിംഗ് ആണ്, കൂടുതൽ കാലം നിലനിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ രണ്ട് പ്ലാന്റിൻ്റെയും രണ്ട് ക്വാളിറ്റീസും ഉള്ള ഒരു ഒറ്റ പ്ലാന്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഗ്രാഫ്റ്റിംഗ് ആണ് സ്വീകരിക്കുക. സോ അഗ്രികൾച്ചറിൽ നമുക്ക് ഇത്തരത്തിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ഒറ്റ പ്ലാന്റിൽ തന്നെ വരുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അഗ്രികൾച്ചറിൽ ഗ്രാഫ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. Question 2, describe the process of air layering in a guava plant. ഒരു ഗുവ പ്ലാന്റിൽ പേരക്കയിൽ എയർ ലെയറിങ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ എയർ ലെയറിങ് എ പോർഷൻ ഓഫ് എ ഗുവ പ്ലാന്റ്സ് സ്റ്റെം ഈസ് wounded ആൻഡ് കവേർഡ് വിത്ത് മോയിസ്റ്റ് സോയിൽ ഓർ മോസ്. പായലോ അല്ലെങ്കിൽ നനവുള്ള മണ്ണോ കൊണ്ട് നമ്മളുടെ ഗുവ പ്ലാന്റിൻ്റെ ഒരു പോർഷൻ, അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതുകൊണ്ട് കവർ ചെയ്ത് വയ്ക്കും. ദ ഏരിയ ഈസ് ദെൻ റാപ്ഡ് ഇൻ പ്ലാസ്റ്റിക് ടു റിട്ടേൺ മോയ്സ്ചർ. ആ ഏരിയ നമ്മൾ നല്ലതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ആ മോയ്സ്ചർ നന്നായിട്ട് അതിലേക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് കെട്ടിവെക്കും. ആഫ്റ്റർ എ ഫ്യൂ വീക്സ് റൂട്ട്സ് ഫ്രം ഓൾ അറ്റ് ദ വൂണ്ട് സൈറ്റ് ആൻഡ് ദ സ്റ്റെം ക്യാൻ ബി കട്ട് ബിലോ ദ റൂട്ട്സ് ടു ഗ്രോ ആസ് എ ന്യൂ പ്ലാന്റ്. അങ്ങനെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം എന്താവും, നമ്മൾ ആ കവർ ചെയ്ത ആ ഭാഗത്ത് പുതിയ റൂട്ട് വരും. ആ റൂട്ട് ഉള്ളത് എന്താണ്, ആ ഭാഗം, ആ സ്റ്റെമ്മിൻ്റെ ആ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് ആക്കിയിട്ട് മാറ്റും. Question 3, what are the advantages of plants produced through grafting? ഗ്രാഫ്റ്റിംഗ് വഴി പ്രൊഡ്യൂസ് ചെയ്ത പ്ലാന്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? Plants produced through grafting often combine the best traits of both parent plants such as improved disease resistance, better fruit quality and faster growth. നമ്മൾ രണ്ട് പാരൻ്റൽ പ്ലാന്റ് എടുത്തു. അതിന് എന്തൊക്കെയാണ് പാരൻ്റൽ പ്ലാന്റിൻ്റെ എന്താ പറയുക, പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഡിസീസ് റെസിസ്റ്റൻ്റ് ആണ്, നല്ല ഫ്രൂട്ടിന് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രൂട്ടാണ്, അതുപോലെ പെട്ടെന്ന് വളരുന്ന ഫ്രൂട്ടാണ്. അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിലും ഇതെല്ലാം ദേ ക്യാൻ ഓൾസോ അഡാപ്റ്റ് ബെറ്റർ ടു ഡിഫറെൻറ്റ് സോയിൽ ആൻഡ് ക്ലൈമാറ്റിക് കണ്ടീഷൻ. അതുപോലെ തന്നെ അവയ്ക്ക് എന്താണ്, ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും കാലാവസ്ഥയിലും ഉണ്ടാവാനായിട്ടും അതുപോലെ ഡിഫറെൻറ്റ് സോയിലിൽ ഉണ്ടാവാനായിട്ടുള്ള എന്താ പറയുക, ഒരു കഴിവ് അതിന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഗ്രാഫ്റ്റിംഗ് കൊണ്ടുള്ള ഒരു മെച്ചം അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Activity 4, fertilizers and pest control. Question 1, what is the difference between organic and chemical fertilizer? Organic fertilizer ഉം chemical fertilizer ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Organic fertilizers are made from natural materials like compost, manure or bone meal, while chemical fertilizers are synthetic and manufactured using chemicals. Organic fertilizer എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള കമ്പോസ്റ്റും മാനുവറും അതുപോലെ ബോൺ മീലും കൊണ്ടൊക്കെ എല്ലുപൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുണ്ടാക്കുന്നതാണ്. എന്നാൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഫാക്ടറികളിൽ മാനുഫാക്ചർ ചെയ്തുണ്ടാക്കുന്നതാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. യൂസിങ് കെമിക്കൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഇംപ്രൂവ്സ് സോയിൽ സ്ട്രക്ചർ ആൻഡ് ഫെർട്ടിലിറ്റി ഓവർ ടൈം, വൈൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ന്യൂട്രിയൻസ് ടു പ്ലാന്റ്സ് ബട്ട് മേ ഹാം സോയിൽ ഹെൽത്ത് ഇൻ ദ ലോങ് ടേം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് വളരെ സാവധാനം മാത്രം എന്താണ് പ്ലാന്റ്സിന് അതിൻ്റെ ബെനഫിറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ ഇട്ട് കൊടുക്കണം എങ്കിൽ അതിനുള്ള ബെനഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആകുമ്പോൾ വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ന്യൂട്രിയൻസും കാര്യങ്ങളും മണ്ണിൽ ലയിച്ച് എന്താണ് പ്ലാന്റിന് അതിൻ്റെ ബെനഫിറ്റ് കിട്ടും. പക്ഷേ ഓവറായിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് സോയിലിനും നേച്ചറിനും പ്ലാന്റ്സിനും ഒക്കെ എന്താണ് ഹാംഫുൾ ആണ്. Question 2, why is pest control important in agriculture? അഗ്രികൾച്ചറിൽ പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം അല്ലെങ്കിൽ പ്രാണികളിലൊക്കെ നിന്നുള്ള നിയന്ത്രണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്ത്? പെസ്റ്റ് കൺട്രോൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് ക്രോപ്സ് ഫ്രം ഇൻസെക്ട്സ്, റോഡൻസ് ആൻഡ് അതർ പെസ്റ്റ് ദാറ്റ് ക്യാൻ ഡാമേജ് പ്ലാന്റ്സ് ആൻഡ് റെഡ്യൂസ് ഈൽഡ്. എഫക്റ്റീവ് പെസ്റ്റ് കൺട്രോൾ എൻഷുവേഴ്സ് ഹെൽത്തി ക്രോപ്പ് ഗ്രോത്ത് ആൻഡ് പ്രിവെൻറ്റ്സ് എക്കണോമിക് ലോസസ് ഫോർ ഫാമേഴ്സ്. പെസ്റ്റ് കൺട്രോൾ എന്താണ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പ്രാണികളിൽ നിന്നും ഈ അതുപോലെ വിളകളെ നശിപ്പിക്കുന്ന മറ്റ് പെസ്റ്റിൽ നിന്നൊക്കെയുള്ള കൺട്രോളിങ് മെഷേഴ്സിനെയാണ്, ഇതിൻ്റെ മെത്തേഡ്സിനെയാണ് പറയാം. അപ്പോൾ ഈ ഇൻസെക്ട്സും മറ്റുമൊക്കെ പ്ലാന്റ്സിൽ വന്നാൽ അതെന്താണ്, ഈ പ്ലാന്റിനെ ഡാമേജ് ആക്കും. അതുപോലെ അതിൻ്റെ
ആയുസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ പ്ലാന്റ് കേട് വന്ന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എഫക്റ്റീവായിട്ടുള്ള പെസ്റ്റ് കൺട്രോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വിള അല്ലെങ്കിൽ ക്രോപ്പിന് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ നമുക്ക് എക്കണോമിക് ലോസസ് കുറയ്ക്കും, അതായത് സാമ്പത്തിക നഷ്ടവും കുറയ്ക്കും. അപ്പോൾ നമ്മൾ വലിയ അളവിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഈ പെസ്റ്റ് കൺട്രോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താവും, അവർക്ക് ഒരുപാട് അവരുടെ വിളകൾ നശിച്ചു പോകും. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. സോ അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഈ പെസ്റ്റ് കൺട്രോൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ 3, നെയിം 2 ബയോളജിക്കൽ മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ. 2 ബയോളജിക്കൽ മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 biological methods of pest control are using natural predators like ladybugs to control aphids and introducing parasitic wasps that lay eggs inside the pest insects, eventually killing them. ഒന്നാമത്തേത് പ്രിഡേറ്റേഴ്സ് ആണ്, അതായത് ലേഡി ബഗ്, അഫൈഡ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മുടെ ലേഡി ബഗ്. പിന്നെ അതുപോലെ പാരാസൈറ്റിക് വാസ്പ് ആയിട്ടുള്ള വാസ്പ്, അതെന്താണ്, മുട്ടയിടും ഈ പെസ്റ്റ് ഇൻസൈഡിൽ, പെസ്റ്റ് ഇൻസെക്ട്സിൻ്റെ മുട്ടയിട്ടിട്ട് എന്ത് ചെയ്യും, അവയെ കൊല്ലുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 2 പഠിച്ചു വെക്കുക. ഇനി ആക്ടിവിറ്റി 5 നോക്കാം. ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ ഡെയിലി ലൈഫ്. ക്വസ്റ്റ്യൻ 1, വാട്ട് ഈസ് ദ ടേസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ആസിഡ്സ്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അസിഡിക് ഫുഡ് ഐറ്റം. ആസിഡ്സിൻ്റെ ടേസ്റ്റ് എന്താണ്? ആസിഡിക് ഫുഡ് ഐറ്റത്തിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ആസിഡ് ജനറലി ഹാവ് എ സോർ ടേസ്റ്റ്. സാധാരണയായിട്ട് പുളിരുചിയാണ് ഉണ്ടാവാറ്. ആൻ എക്സാമ്പിൾ ഓഫ് ആൻ അസിഡിക് ഫുഡ് ഐറ്റം ഈസ് ലെമൺ വിച്ച് കണ്ടെയ്ൻസ് സിട്രിക് ആസിഡ്. ലെമൺ, നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നാരങ്ങ, അതൊരു ആസിഡിക് ഫുഡ് ഐറ്റമാണ്, അതിൽ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 2, ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ എ ബേസ് യൂസിങ് ലിറ്റ്മസ് പേപ്പർ? ഒരു ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു ബേസിനെ എങ്ങനെ തിരിച്ചറിയാം? എ ബേസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് യൂസിങ് ലിറ്റ്മസ് പേപ്പർ ബൈ ടേണിംഗ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ. ദിസ് കളർ ചേഞ്ച് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് എ ബേസ്. ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ എടുക്കുക, അതിന് നമ്മളൊരു ബേസിൽ മുക്കുകയാണെങ്കിൽ ആ റെഡ് ലിറ്റ്മസ് പേപ്പർ എന്താവും, ബ്ലൂ ആവും. സോ ഈ കളർ ചേഞ്ച് ആണ് ബേസിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ആസിഡിൻ്റെ ആണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവും. ഓക്കെ, മാറിപ്പോവരുതേ. ക്വസ്റ്റ്യൻ 3, എക്സ്പ്ലെയിൻ വൈ ടേമറിക് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ഫോർ ബേസസ്. ബേസിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് ടേമറിക് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ടേമറിക് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇൻഡിക്കേറ്റർ ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് കളർ ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ്. കാരണം ടേമറിക് ബേസിൻ്റെ പ്രസൻസിൽ കളർ ചേഞ്ച് ചെയ്യും. ഇറ്റ് ടേൺസ് ഫ്രം യെല്ലോ ടു റെഡിഷ് ബ്രൗൺ വെൻ ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് എ ബേസിക് സബ്സ്റ്റൻസ് ഹെൽപ്പിംഗ് ടു ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ. നമുക്കറിയാം ടേമറിക്കിൻ്റെ നിറം യെല്ലോ ആണല്ലേ, മഞ്ഞളുടെ നിറം യെല്ലോ അല്ലേ. സോ ഇതിലൊരു ബേസിക് ആയിട്ടുള്ള ഒരു വസ്തു നമ്മൾ, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ഇതിൽ വയ്ക്കുകയാണെങ്കിൽ അതെന്താവും, അതിൻ്റെ കളറ് മാറും, ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ട് മാറും, ചുവപ്പ് നിറത്തിലായിട്ട് മാറും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതൊരു ബേസിക് സബ്സ്റ്റൻസ് ആണ് ആ സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ വെച്ച സബ്സ്റ്റൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആക്ടിവിറ്റി 6, ഇലക്ട്രിസിറ്റി ആൻഡ് സർക്യൂട്ട്സ്. ക്വസ്റ്റ്യൻ 1, വാട്ട് ഈസ് ക്ലോസ്ഡ് സർക്യൂട്ട്? എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട്? എ ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് എ കംപ്ലീറ്റ് ഇലക്ട്രിക്കൽ കണക്ഷൻ അറൗണ്ട് വിച്ച് current flows or circulates. It means that the electrical path is uninterrupted, allowing electricity to move from the power source through the circuit components and back. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കണക്ഷൻ എന്നാണ് അർത്ഥം. അതായത് അതിന് ഒരു ഇൻറ്ററപ്ഷൻ ഒന്നുമില്ല, എവിടെയും തടസ്സങ്ങളൊന്നും വന്നിട്ടില്ല. അതിനെ എവിടെ നിന്നാണോ പവർ സോഴ്സ് കൊടുത്തത് അവിടെ മുതൽ ഏത് ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഏത് അപ്ലയൻസ് അല്ലെങ്കിൽ ഏത് സോഴ്സിലേക്കാണോ എത്തേണ്ടത് അതുവരെയുള്ള സർക്യൂട്ട് കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു സർക്യൂട്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ട്. ക്വസ്റ്റ്യൻ 2, വൈ ആർ സ്വിച്ചസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. വൈ ആർ സ്വിച്ചസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ സ്വിച്ചിൻ്റെ പ്രാധാന്യം എന്താണ്? Switches are important because they control the flow of electricity in a circuit. They can open or close the circuit, turning devices on or off. സ്വിച്ച് എല്ലാ ഇലക്ട്രിസിറ്റി ഉള്ള ഒരു സർക്യൂട്ടിലും അതിൻ്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് സ്വിച്ച് എന്ന് പറയുന്നത്. അതായത് സ്വിച്ചിന് ഒരു സർക്യൂട്ടിനെ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും സാധിക്കും. ഒരു സർക്യൂട്ട് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യണം. ഒരു സർക്യൂട്ട് ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യണം. ക്വസ്റ്റ്യൻ 3, ഡിസ്ക്രൈബ് ഹൗ എ സിമ്പിൾ സർക്യൂട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ലൈറ്റ് അപ്പ് ആൻ LED. ഒരു LED പ്രകാശിപ്പിക്കാനായിട്ടുള്ള ചെറിയൊരു സർക്യൂട്ട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
എ സിമ്പിൾ സർക്യൂട്ട് ടു ലൈറ്റ് അപ്പ് ആൻ LED ഇൻക്ലൂഡ്സ് എ പവർ സോഴ്സ്. ഒരു പവർ സോഴ്സ് വേണം, അതായത് ഒരു ബാറ്ററി അല്ലെങ്കിൽ സെല്ല്, കണക്റ്റിംഗ് വയർ വേണം, ആൻഡ് ദ LED ഇറ്റ്സെൽഫ്, LED യും വേണം. വെൻ ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്, ഇലക്ട്രിസിറ്റി ഫ്ലോസ് ഫ്രം ദ ബാറ്ററി ത്രൂ ദ LED, കോസിങ് ഇറ്റ് ടു എമിറ്റ് ലൈറ്റ്. സർക്യൂട്ട് നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബാറ്ററിയിൽ നിന്ന് ഈ കണ്ടക്റ്റിംഗ് വയറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, അങ്ങനെ LED ബൾബ് പ്രകാശിക്കുന്നു. Activity 7. Conductors and insulators. Question 1. What are conductors? Give 2 examples. എന്താണ് കണ്ടക്ടർ? അതിന് 2 എക്സാമ്പിൾസ് എഴുതാൻ. കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു ഫ്ലോ ത്രൂ ദം ഈസിലി. ഒരു എന്താ പറയുക, മെറ്റീരിയലാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ഈ മെറ്റീരിയലിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ പാസ് ചെയ്യാൻ അനുവദിക്കും. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. അതിനുള്ള 2 എക്സാമ്പിൾസ് ആണ് കോപ്പറും അലൂമിനിയവും. Question 2. Explain why plastic is used as an insulator in electric wires. ഇലക്ട്രിക് വയേഴ്സിൽ പ്ലാസ്റ്റിക് ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ബിക്കോസ് പ്ലാസ്റ്റിക് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻസുലേറ്റർ ഇൻ ഇലക്ട്രിക് വയേഴ്സ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, മേക്കിംഗ് ഇറ്റ് സേഫ് ടു ഹാൻഡിൽ ദ വയേഴ്സ് ആൻഡ് പ്രിവെൻറ്റിംഗ് ഇലക്ട്രിക്കൽ ഷോക്സ് ഓർ ഷോർട്ട് സർക്യൂട്ട്സ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്ററാണ്, അതായത് അത് ഇലക്ട്രിസിറ്റി അലോ ചെയ്യില്ല. പ്ലാസ്റ്റിക്കിലൂടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കറണ്ട് കടന്നു പോവില്ല. സോ ഇലക്ട്രിക് വയേഴ്സിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇൻസുലേറ്ററായിട്ട് ചുറ്റി വെക്കുമ്പോൾ നമുക്ക് എന്താണ്, ഇലക്ട്രിക് ഷോക്ക് ഏൽക്കില്ല, കറണ്ട് അടിക്കില്ല, അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ടിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കും. Question 3. How can you test if a material is a conductor or an insulator? ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് തന്നു, അത് കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ എന്ന് എങ്ങനെ പരിശോധിക്കും? You can test if a material is a conductor or an insulator by connecting it to a simple circuit with a battery and a light bulb. If the bulb lights up, the material is a conductor. If the bulb doesn't light up, the material is an insulator. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊരു മെറ്റീരിയൽ തരികയാണെങ്കിൽ അതിലേക്ക് അതിൻ്റെ ഒരു അറ്റത്തൊരു ബാറ്ററിയും പിന്നെ അതുപോലെ ബൾബിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങളത് ഈ മെറ്റീരിയലിൽ ഈ ബാറ്ററിയുടെ വയറ് മെറ്റീരിയലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ ബൾബ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടക്ടറാണ്, പ്രകാശിക്കുന്നില്ലെങ്കിൽ അത് ഇൻസുലേറ്റർ ആണെന്ന് മനസ്സിലാക്കാം. Activity 8. Renewable energy sources. Question 1. Name 2 renewable energy sources used to generate electricity. ഇലക്ട്രിസിറ്റി കറണ്ട് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന 2 റിന്യൂവബിൾ സോഴ്സസ് എഴുതുക. 2 renewable energy sources used to generate electricity are solar energy യൂസിങ് സോളാർ പാനൽസ് ആൻഡ് വിൻഡ് എനർജി യൂസിങ് വിൻഡ് ടർബൈൻസ്. 2 റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് തീർന്നു പോവാത്ത, ഉപയോഗം കഴിഞ്ഞിട്ടും തീർന്നു പോവാത്ത എനർജി സോഴ്സസ് ആണ്. എക്സാമ്പിൾസ് ആണ് ഒന്ന് സോളാർ എനർജി, അതായത് സൂര്യനിൽ നിന്നുള്ള എനർജി കൊണ്ട് ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കാറ്റിൽ നിന്നുള്ള കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് വിൻഡ് എനർജി കേട്ടോ. Question 2. How do solar panels convert sunlight into electricity? സോളാർ പാനൽസിൽ സൺലൈറ്റിനെ, സൂര്യപ്രകാശത്തെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്നത്? സോളാർ പാനൽസ് കൺവേർട്ട് സൺലൈറ്റ് ഇൻറ്റു ഇലക്ട്രിസിറ്റി ത്രൂ ഫോട്ടോ വോൾട്ടായിക് സെൽസ് വിച്ച് അബ്സോർബ് സൺലൈറ്റ് ആൻഡ് ജനറേറ്റ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ക്രിയേറ്റിംഗ് ആൻ ഇലക്ട്രിക് കറണ്ട്. ഈ സോളാർ പാനൽസിലൊക്കെ ഫോട്ടോ വോൾട്ടായിക് സെൽസ് ഉണ്ട്. അതെന്ത് ചെയ്യും, സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അവിടെ ഇലക്ട്രോൺസിൻ്റെ പ്രവാഹം ഉണ്ടാക്കും. ഈ ഇലക്ട്രോൺസിൻ്റെ പാസേജാണ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. Question 3. Why is it important to conserve electricity? ഇലക്ട്രിസിറ്റി കൺസേർവ് ചെയ്യണം അല്ലെങ്കിൽ ഊർജ്ജം സംരക്ഷിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രാധാന്യം എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കൺസേർവ് ഇലക്ട്രിസിറ്റി ടു reduce energy consumption, lower utility bills and minimize environmental impact. Conservation also helps to extend the lifespan of natural resources and reduce the carbon footprint. നമ്മളുടെ യൂട്ടിലിറ്റി ബിൽസ് കുറയ്ക്കുന്നതിനും അതുപോലെ പ്രകൃതിയുടെ ഇമ്പാക്റ്റ്, അത് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നതിനും ഈ എനർജി കൺസർവേഷൻ സഹായിക്കും. പിന്നെ അതുമാത്രമല്ല, നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് സച്ച് ആസ് നമ്മൾ പറഞ്ഞു കോള്, അതുപോലെ പെട്രോൾ, ഡീസൽ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ, അതിൻ്റെ ഉപയോഗം കുറച്ചിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ലൈഫ് സ്പാന് കൂട്ടാനും ഈ ഇലക്ട്രിസിറ്റി കൺസേർവ് ചെയ്യുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പറഞ്ഞതൊക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടല്ല, ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളായിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്